കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ച് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഒരു പെരുമാറ്റത്തെ തുടർന്നുണ്ടായ കുറച്ച് സംഭവ വികാസങ്ങളാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചിത്രീകരിച്ചിട്ടത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എൻ്റെ സുഹൃത്തിൻ്റെ അമ്മനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഭാഗമായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ഇതാണ് സുഹൃത്തിൻ്റെ അമ്മ എന്നുള്ളത് ഇടുപ്പിൽ ആക്സിഡൻ്റ് ആയിട്ട് ഏകദേശം തളർന്ന രീതിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും കാറ് പുള്ളിക്കടുത്തറ ഈ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ട് പുള്ളിക്കടുത്ത് ഞങ്ങളുടെ വണ്ടി ഒരല്പം കയറ്റിയിട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ വണ്ടി കയറ്റിയിട്ടെങ്കിൽ പോലും അത് മറ്റുള്ള ഒരു ആംബുലൻസിനോ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾക്കോ ഒന്നും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ഞങ്ങൾ കയറ്റിയിട്ടത്. പിന്നെ ഞാൻ നടന്ന സംഭവം അപ്പം ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും റോഡ് നിന്റെ തന്തട വകയാടാ, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിൽക്കണ്ട, നീ ആരായാലും എനിക്കൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ ട്രേഡ് യൂണിയനിൽ മെമ്പറാണ് ഞാൻ, നീ ആരായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ഒരു രോഗിനോട്, ഒരു തളർന്നു നടക്കുന്ന രോഗിനോടോ അല്ലെങ്കിൽ രോഗിയുടെ ഈ പറഞ്ഞ ബൈസ്റ്റാൻഡറിനോടോ ഒരിക്കലും പെരുമാറാൻ പാടില്ലാത്ത രീതിയിലാണ് ഈ പറഞ്ഞ ഒരു ഗുണ്ടായിസം കാണിക്കുന്ന സെക്യൂരിറ്റിക്കാരൻ ചെയ്ത പ്രവൃത്തി. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞോടെ ഈ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ, എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയുടെ ആരോഗ്യാവസ്ഥ ഒന്നുകൂടെ മോശമായി. അപ്പോൾ ഞങ്ങൾ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറെ ഒരു പാവപ്പെട്ട കാറുകാരനായിട്ട് പുള്ളി വളരെ മോശമായിട്ട് അപമര്യാദ രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഒത്തിരി നേരം ഞങ്ങളിത് കേട്ട് പിന്നെയാണ് ഈ പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ. പക്ഷേ പ്രതികരിച്ചിട്ടും പുള്ളിക്ക് യാതൊരു ഭാവ വ്യത്യാസം ഉണ്ടായില്ല. പിന്നെ വീഡിയോ ഞാൻ പിടിക്കണമെന്ന് അറിഞ്ഞപ്പോഴാണ് പുള്ളി ഈ പറഞ്ഞുകൊണ്ട് മാസ്ക് പുള്ളി വെച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിക്കുക, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്ന് വെളിപ്പെടുത്തണമല്ല. അത് കേട്ടോടെ പുള്ളിക്ക് ഒന്നുകൂടെ ഈ പറഞ്ഞുകൊണ്ട് പുള്ളി ഒന്നുകൂടെ കോപാവിഷ്ടനായി. പുള്ളി എന്നെ ദേഹോപദ്രവം ചെയ്യുമെന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹിച്ചാൽ അത് സംഭവിച്ചില്ല. അപ്പോൾ ഇനി നമ്മുടെ ജനങ്ങളുടെ പൈസ കൊണ്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിർത്തിയേക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ, നമ്മൾ വിനോദയാത്രക്ക് അല്ലെങ്കിൽ ടൂറിനൊന്നുമല്ല നമ്മളോട് ചെന്നേക്കുന്നത്, നമ്മളെല്ലാവരും അസ്വസ്ഥരായിട്ടും ചെന്നേക്കുന്നത്. അങ്ങനത്തെ ഒരു രോഗിനോട് അല്ലെങ്കിൽ രോഗിയുടെ ബൈസ്റ്റാൻഡറോട് ഒരിക്കലും ഒരു കാരണവശാലും ഇതുപോലത്തെ വ്യക്തികൾ ഇനി പെരുമാറാൻ പാടില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.